നമസ്കാരം. അവൾക്ക് അതൊരു കണ്ടന്റ് ആയിരിക്കാം. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അവനെയാണ്. ദീപകിന്റെ പ്രിയപ്പെട്ടവർ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. യുവതിയുടെ ആരോപണത്തെ തുടർന്ന് കോഴിക്കോട് യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിലെ പ്രതിഷേധം അടങ്ങുന്നില്ല. വെറും ഒരു ആരോപണം ആ യുവാവിന്റെ ജീവനെടുത്തു. നഷ്ടപ്പെട്ടതാകട്ടെ അച്ഛനും അമ്മയും മാത്രമുള്ള കുടുംബത്തിന്റെ ഏക അത്താണിയുമാണ്. അടുത്ത കാലത്തായി സമാനമായ പല സംഭവങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ ആരോപണം ഉന്നയിക്കുന്നവർ നിയമപരമായി ഇതിനെ നേരിടാതെ എല്ലാം സോഷ്യൽ മീഡിയയുടെ വിധിക്ക് വിടുകയാണ്. ഇത് കോടതിയോ നിയമ സംവിധാനമോ അല്ല എന്ന് അവർ തിരിച്ചറിയാത്തതാണോ അതോ വ്യൂസ് കിട്ടാൻ മാത്രമുള്ള തന്ത്രമാണോ എന്നാണ് ചോദ്യമുയരുന്നത്. എന്തായാലും ഒരു അതിക്രമം നടന്നാൽ അതിന് തീർപ്പുണ്ടാകേണ്ട സ്ഥലമല്ല സോഷ്യൽ മീഡിയ എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഡോക്ടർ സൗമ്യ സരിൻ. ദീപകിന്റെ ആത്മഹത്യയിൽ പ്രതികരിച്ചുകൊണ്ടാണ് സൗമ്യ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. സൗമ്യ സരിന്റെ കുറിപ്പ് ഇങ്ങനെ: ബസ്സിൽ വെച്ച് മോശമായി പെരുമാറിയെന്ന് കാണിച്ച് യുവതി പോസ്റ്റ് ചെയ്ത ഇൻസ്റ്റഗ്രാം റീലിലെ യുവാവ് ആത്മഹത്യ ചെയ്തു. ആദ്യമേ പറയട്ടെ, ഒരാൾക്ക് നേരെ ഒരു അതിക്രമം നടന്നാൽ അതിന് തീർപ്പുണ്ടാക്കേണ്ട സ്ഥലമല്ല സോഷ്യൽ മീഡിയ. ഇത് കോടതിയോ നിയമ സംവിധാനമോ അല്ല. ഇവിടെ ഉണ്ടാകുന്ന തീർപ്പുകൾക്ക് ഇതുപോലെ ജീവന്റെ വിലയുണ്ട്. നമുക്ക് നേരെ ഒരു അതിക്രമം നടന്നാൽ നിങ്ങൾക്ക് അത് വീഡിയോ എടുക്കാം, ആരും കുറ്റം പറയുന്നില്ല. പക്ഷേ അത് തെളിവിനായി മാത്രമാകണം. അല്ലാതെ അത് പരസ്യമായി പോസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ഉദ്ദേശം തന്നെ സംശയിക്കപ്പെടുമെന്നതിൽ തർക്കമില്ല. ഇന്ന് ഇത്തരത്തിലൊരു വീഡിയോ പ്രചരിപ്പിച്ചാൽ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ പ്രതികരിക്കുന്നതെന്ന് നമ്മൾ കാണുന്നതാണ്. വധശിക്ഷ വരെ വിധിച്ചു കളയുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതിൽ കാണിക്കുന്ന വ്യക്തിക്ക് എന്തൊക്കെ കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടി വരും എന്നത് നമുക്ക് ഊഹിക്കാൻ സാധിക്കില്ല. ഈ വീഡിയോ നശിപ്പിച്ചത് ഒരു യുവാവിൻ്റെയും അവൻ്റെ മാതാപിതാക്കളുടെ ജീവിതം മാത്രമല്ല, ഈ നാട്ടിൽ യഥാർത്ഥത്തിൽ പല രീതികളിൽ ശാരീരിക പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് കിട്ടേണ്ട നീതി കൂടിയാണ്. ഇങ്ങനെയുള്ള കേസുകൾ കൂടുമ്പോൾ യഥാർത്ഥ കേസുകൾ പോലും സംശയമുന്നിലാകും. സമൂഹത്തിന് ഇതിനെതിരെ പ്രതികരിക്കാൻ കൂടി തോന്നാതെയാകും. അത് യഥാർത്ഥ വേട്ടക്കാർക്ക് കൂടുതൽ സൗകര്യമാകുകയുള്ളൂ. കുട്ടിക്കാലം മുതൽ സ്കൂളിൽ പോയിരുന്നത് ലൈൻ ബസ്സിലാണ്. എത്രയോ തവണ ഇത്തരത്തിൽ ശാരീരിക പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ കരഞ്ഞിട്ടുണ്ട്, പകച്ചു പോയിട്ടുണ്ട്. ഇന്നും അത് അനുഭവിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്. പക്ഷേ അതിനുള്ള വഴി ഇതല്ല. ഇവിടെ ഒരു നിയമ സംവിധാനമുണ്ട്. വീഡിയോ തെളിവിനായി എടുക്കാം. പക്ഷേ അത് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുന്നത് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ സാധിക്കില്ല സഹോദരി. നിങ്ങൾക്ക് മാന്യമായി പരാതി കൊടുക്കാമായിരുന്നു. ആ വീഡിയോയിൽ അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്കെതിരെ കേസെടുക്കട്ടെ, അന്വേഷിക്കട്ടെ. അല്ലാതെ ഇതാണോ നീതി കിട്ടാനുള്ള വഴി? എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നീതി കിട്ടിയോ? സോഷ്യൽ മീഡിയയിൽ കയ്യിൽ കിട്ടുന്നത് എന്തും പോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കുക. അപ്പുറത്തും നിൽക്കുന്നവരും ഒരു ജീവിതമുണ്ട് എന്ന് പറഞ്ഞാണ് ഡോക്ടർ സൗമ്യ സരിൻ തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. സംഭവത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഗോവിന്ദപുരത്തെ സെയിൽസ് മാനേജറായ യുവാവ് ജോലി സംബന്ധമായ കാര്യങ്ങൾക്കായി കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ണൂരിൽ പോയിരുന്നു. തിരക്കുള്ള ബസ്സിൽ ദീപക് ലൈംഗിക അതിക്രമം കാണിച്ചെന്ന് ആരോപിച്ചായിരുന്നു യുവതി സെൽഫി വീഡിയോ ചിത്രീകരിച്ചത്. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് തന്നെ വ്യാപകമായി പ്രചരിച്ചു. ഈ വിഷയത്തിൽ ദീപക് കടുത്ത നിരാശയിലായിരുന്നുവെന്നാണ് സുഹൃത്തുക്കൾ ഉൾപ്പെടെ പറയുന്നത്. എന്നാൽ ദീപക് അത്തരത്തിൽ മോശമായി പെരുമാറുന്ന ആളല്ലെന്ന് നാട്ടുകാരും പറയുന്നു. അതേസമയം ദീപകിന്റെ വീഡിയോ പകർത്തിയ യുവതി അതേ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. യുവാവ് തനിക്ക് നേരെ ലൈംഗിക അതിക്രമം കാണിച്ചെന്നാണ് യുവതി പറയുന്നത്. ശരീരത്തിൽ സ്പർശിച്ചത് തെറ്റായ ഉദ്ദേശത്തോടെയാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് വീഡിയോ ചിത്രീകരിച്ചത്. പയ്യന്നൂർ വെച്ചായിരുന്നു സംഭവം. വടകര പോലീസിൽ വിവരം അറിയിച്ചിരുന്നു. വീഡിയോ പകർത്തുന്നത് യുവാവ് കണ്ടതാണ്. അതോടെ ബസ്സിൽ നിന്നിറങ്ങി വേഗത്തിൽ നടന്നു. തുടർന്നാണ് വീഡിയോ പോസ്റ്റ് ചെയ്തതെന്നാണ് യുവതി അവകാശപ്പെടുന്നത്.